ഗ്യാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ പെരട്ടും മാങ്ങ അച്ചാറ് ഒരു പപ്പടം ഒഴിച്ചുവിട്ടാനുമാണ് തയ്യാറാക്കുന്നത്. അതിന് ഇത് ചെമ്മീൻ തയ്യാറാക്കാനുള്ളതാണ്. ടൊമാറ്റോ 250 ചെമ്മീന്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2 മീഡിയം സവാള, 3 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, മസാലകൾ ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് ആദ്യം തന്നെ മാങ്ങ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കാം. ആദ്യം തന്നെ ഈസി ആയിട്ട് നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊടിയാണ് പൊടിച്ചത്. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മാങ്ങ അച്ചാർ ഇടാൻ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇനി നമുക്ക് ഒരു ഒഴിക്കാനാണ്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 പേർക്ക് കഴിക്കാൻ കണക്കാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ ചെറിയ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില ആവശ്യത്തിന് ഇടാം. നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. നമ്മളെ പപ്പടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കരിവേപ്പില കുറച്ച് ഇടുന്നതേ ഉള്ളൂ, കാരണം ഇതിൽ ഇല ചേർക്കണോണ്ട് മുരിങ്ങയിലാണ് ഞാൻ ചേർക്കണത്. ഇനി നമുക്ക് 1 കപ്പ് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങയില നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ. അപ്പം നമ്മുടെ മുരിങ്ങയിലയും പപ്പടവും കൊണ്ടുള്ള ഒഴിച്ചിട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് പോകരുത്. അപ്പം നമ്മൾ 3 പേർക്കുള്ള ഒഴിക്കാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 2 പപ്പടം ഞാൻ ചേർത്തിട്ടുണ്ട്, 1 കപ്പ് മുരിങ്ങയിലയും ചേർത്തിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് ആ മുരിങ്ങയിലയുടെ ഒരു രസവും പപ്പടത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല രുചികരമായ ഒരു ഒഴിച്ചു കൂട്ടാനാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം, ഉള്ളിലേക്ക് മാറ്റാം. ചെമ്മീൻ തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 ചെറിയ ടൊമാറ്റോയാണ് ഇങ്ങനെ എടുത്തത്. നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഇതിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ പുരട്ട് ഏകദേശം റെഡിയായി. നമ്മുടെ ചെമ്മീൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ പുരട്ടും ഈസി മാങ്ങ അച്ചാറും പപ്പടവും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒഴിക്കാനും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.